നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളം. ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? AI തെറ്റ് ചെയ്താൽ കുറ്റം ആർക്കായിരിക്കും? AI എന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു ടെക്നോളജിയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോൾ AI കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോയിരിക്കുകയാണ്. നമ്മളൊരു ജോലി പറഞ്ഞു കൊടുത്താൽ അതെങ്ങനെ ചെയ്യണമെന്ന് AI തന്നെ തീരുമാനിക്കുന്ന കാലമാണിത്. അപ്പോഴാണ് ഒരു പുതിയ ചോദ്യം ഉയരുന്നത്. AI സ്വന്തം തീരുമാനമെടുത്തൊരു തെറ്റു ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? അടുത്തിടെ പുറത്തു വന്ന ചില സംഭവങ്ങൾ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാക്കിയിരിക്കുകയാണ്. ഓപ്പൺ AIയുടെ ഒരു AI ഏജന്റ് AI കമ്പനിയായ ഹഗിംഗ് ഫേസിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റമിലേക്ക് കടന്നതായിട്ട് ഓപ്പൺ AI തന്നെ പറഞ്ഞിരുന്നു. ആന്ത്രോപിക്കും അവരുടെ ക്ലോഡ് AI ഉപയോഗിച്ചുള്ള ടെസ്റ്റിങ്ങിനിടെ 3 കമ്പനികളുടെ കമ്പ്യൂട്ടർ സിസ്റ്റംസിലേക്ക് AI കടന്ന സംഭവങ്ങളും ഉണ്ടായതായി അറിയിച്ചിട്ടുണ്ട്. മെറ്റയുടെ ഒരു AI മോഡലിംഗും ടെസ്റ്റിങ്ങിനും ഒക്കെ ഇടയിൽ കമ്പനിയുടെ സിസ്റ്റം ഹാക്ക് ചെയ്തതായും റിപ്പോർട്ടുകൾ ചെയ്തു. എന്നാൽ മെറ്റ പറയുന്നതനുസരിച്ച് ടെസ്റ്റിംഗ് നടത്തിയ സമയത്ത് ഉണ്ടായ ഒരു കോൺഫിഗറേഷൻ മിസ്റ്റേക്ക് കാരണമാണ് AIക്ക് ഇന്റർനെറ്റ് ആക്സസ് ലഭിച്ചതെന്നാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും ഒരു മനുഷ്യൻ നേരിട്ട് നിന്ന് ഓരോ ഘട്ടവും പറഞ്ഞു കൊടുത്ത് AI ചെയ്തതല്ല. AIക്ക് ഒരു ലക്ഷ്യം കൊടുത്തു, അത് എങ്ങനെ ചെയ്യണമെന്ന് AI തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഒരു ചോദ്യം, AI സ്വയം തീരുമാനിച്ച് മറ്റൊരു കമ്പനിയുടെ സിസ്റ്റമിലേക്ക് കയറിയാൽ കുറ്റം ആർക്കായിരിക്കും? AIയെ ഉണ്ടാക്കിയ കമ്പനിക്കോ, അതോ AIയെ ഉപയോഗിച്ച കമ്പനിക്കോ, അതുമല്ലെങ്കിൽ AIക്ക് ശരിയായ നിയന്ത്രണം നൽകാതിരുന്നവർക്കോ? ഇവിടെ നിയമവിദഗ്ധർ പറയുന്നത് AI പുതിയ ടെക്നോളജി ആണെങ്കിലും ഇതിന് ചില പഴയ നിയമങ്ങൾ തന്നെ ഉപയോഗിക്കേണ്ടി വരുമെന്നാണ്. ഉദാഹരണത്തിന്, ഒരു കമ്പനിയുടെ സിസ്റ്റം സുരക്ഷിതമായി സൂക്ഷിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ അതിന് കമ്പനിക്കെതിരെ കേസ് വരാം. അതായത് ഒരു AI ഏജന്റ് അപകടകരമായി പെരുമാറാൻ സാധ്യതയുണ്ടെന്ന് കമ്പനിക്ക് അറിയാമായിരുന്നോ? അറിയാമായിരുന്നെങ്കിൽ അത് തടയാൻ വേണ്ട സുരക്ഷ ഒരുക്കിയിരുന്നോ? ഇതൊക്കെ ആയിരിക്കും പ്രധാന ചോദ്യങ്ങൾ. പക്ഷേ ഇവിടെ മറ്റൊരു വലിയ പ്രശ്നവും കൂടിയുണ്ട്. ഒരു മനുഷ്യൻ മനഃപൂർവ്വം ഒരു സിസ്റ്റം ഹാക്ക് ചെയ്താലോ അയാളുടെ ഇന്റൻഷൻ നമുക്ക് മനസ്സിലാക്കാം. അതുമാത്രല്ല, AI തന്നെ ഒരു ഡിസിഷൻ എടുത്ത് സിസ്റ്റമിലേക്ക് കയറിയാൽ ആ ഇന്റൻഷൻ ആരുടേതാണ്? AIയുടെയോ, അതോ AI ഉണ്ടാക്കിയ കമ്പനിയുടെയോ, അതോ AI ഉപയോഗിച്ച കമ്പനിയുടെയോ? ഇതിന് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരവൊന്നും നിയമത്തിന് മുന്നിലില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ കൂടുകയാണെങ്കിൽ ഒരേ സംഭവത്തിൽ ഒന്നിലധികം കമ്പനികൾക്കെതിരെ കേസുകളും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ AI കമ്പനികൾക്കും അവരുടെ ഭാഗത്തു നിന്ന് പറയാൻ ചില കാര്യങ്ങൾ ഉണ്ടാവും. അവർക്കിങ്ങനെ പറയാം, ഞങ്ങൾ മനഃപൂർവ്വം ഇത് ചെയ്തതല്ല, AI ഇങ്ങനെ പെരുമാറുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനും ആയില്ല, അതിനെ തടയാൻ വേണ്ട സുരക്ഷാ നടപടികൾ ഞങ്ങൾ എടുത്തിരുന്നു. അപ്പോൾ മറുവശത്ത് നിന്ന് ചോദ്യം വരും, AIക്ക് ഇങ്ങനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ കൂടുതൽ സുരക്ഷ ഒരുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? അതാണ് ഇനി വലിയ ഒരു ഡിബേറ്റ് ആയിട്ട് മാറാൻ പോകുന്നത്. AI കൂടുതൽ പവർഫുൾ ആകുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വവും കൂടണം. കാരണം ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ ആരാണ് തെറ്റ് ചെയ്തതെന്ന് നമുക്കറിയാൻ സാധിക്കും. പക്ഷേ ഒരു AI സ്വയം തീരുമാനമെടുത്ത് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയാൽ ഉത്തരവാദി ആരാ? ഇതാണ് ഇനി ടെക്നോളജി ലോകവും നിയമലോകവും ഒക്കെ ഒരുപോലെ നേരിടാൻ പോകുന്ന വലിയൊരു ചോദ്യം. അപ്പോൾ നിങ്ങളോട് കൂടി എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. AI സ്വന്തം തീരുമാനമെടുത്തൊരു സൈബർ അറ്റാക്ക് നടത്തിയാൽ അതിന്റെ ഉത്തരവാദിത്വം AI ഉണ്ടാക്കിയ കമ്പനി ഏറ്റെടുക്കണമോ, അതോ മനുഷ്യൻ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ കമ്പനിയെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? AIക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അതിന്റെ തെറ്റുകളുടെ ഉത്തരവാദിത്വവും മനുഷ്യർ ഏറ്റെടുക്കേണ്ടി വരുമോ? അച്ചാൻസ് ഗേൾ പ്രസൻസ് ന്യൂസി മോർണിംഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഭൂചലനത്തിൽ വിറച്ച് പടിഞ്ഞാറൻ കൊളംബിയ, മരണം 111, നിരവധി കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു, 100ഓളം പേരെ കാണാതായി, വിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത, രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പാർലമെന്റിൽ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം, ഡൽഹി സമരത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിക്കുമെന്ന് കേന്ദ്രം, പൊതുവിഷയങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലെന്ന് രാഹുൽ ഗാന്ധി, പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് രാഹുലിന്റെ ശ്രമമെന്ന് JP നദ്ദ.
അർജുൻ ആയങ്കിക്കെതിരെ നിയമ നടപടികൾ വേഗത്തിലാക്കി പോലീസ്. ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. ആയങ്കിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്ത ലാപ്ടോപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും അന്വേഷണ സംഘം. വിദ്വേഷ പരാമർശത്തിൽ ജാമ്യം ലഭിച്ച ടി.ജി. മോഹൻദാസ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകും. മോഹൻദാസിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും വിശദമായി പരിശോധിക്കാൻ അന്വേഷണ സംഘം. ചോദ്യം ചെയ്യൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ. കടലിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഇന്ന് തുടരും. പുല്ലുവിള സ്വദേശി ജോണും മുതലപ്പുഴ സ്വദേശി ഷിജിനും നീണ്ടകര സ്വദേശി ഗൗതമും കൃഷ്ണയും കാണാതായിട്ട് ഇന്ന് 12 ദിവസം. നേവിയും സ്കൂബ ഡൈവിംഗ് സംഘവും കോസ്റ്റ് ഗാർഡും രംഗത്ത്. ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പിലെ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരായ PSC ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. പരീക്ഷാ രേഖകൾ ഉദ്യോഗാർത്ഥിക്ക് കൈമാറരുതെന്ന് ആവശ്യം. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. 17 ഫൈനൽ റിപ്പോർട്ടുകൾ വിജിലൻസ് കോടതികളിൽ സമർപ്പിച്ചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഫണ്ട് വകമാറ്റവും ദുരുപയോഗവും കണ്ടെത്തിയ പുൽപ്പള്ളി, റാന്നി, മാനന്തവാടി കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ അനുമതി. ചാൻസ് ഗോൾ പ്രസൻസ് ന്യൂസി മോർണിംഗിൽ ഇനി വാർത്തകൾ വിശദമായി. കൊളംബിയയെ നടുക്കിയ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ മരിച്ചവരുടെ എണ്ണം 132ആയി. മരണസംഖ്യ ഉയർന്നേക്കും. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലാണ് വിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. സാൻജോസ് ഡെൽ പാൽമാറാണ് പ്രഭവ കേന്ദ്രം. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൂചലനം ആണ് രാജ്യം നേരിടുന്നത്. ഭൂചലനത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. കെട്ടിടങ്ങൾ നിലം പതിക്കുന്നതും ജനങ്ങൾ അലറിക്കരയുന്ന കാഴ്ചകളുമാണ് എങ്ങും. Daños completos. Pereira. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. രഞ്ജിത്ത്, 21ാം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയൊരു ഭൂചലനമാണ് കൊളംബിയയിൽ ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ 132 കടന്നിരിക്കുന്നു. 87 പേരോളം കാണാതായ പരിക്കുകളുണ്ട്. 100-ലധികം പേരെ കാണാതായിട്ടുണ്ട്. ഇനിയും ഈ മരണസംഖ്യയ്ക്ക് ഉയരാനുള്ള സാധ്യതകൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നില്ലേ? തീർച്ചയായും നമുക്ക് സേറ നേരത്തെ പറഞ്ഞതുപോലെ ആ ദൃശ്യങ്ങളുടെ ഒരു തീവ്രത അത് കണ്ടാൽ തന്നെ പ്രധാനമായും ഇത് മനസ്സിലാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഇതിൽ ആ നിരവധി കെട്ടിടങ്ങൾ ഈ മേഖലയിൽ തകർന്നു വീഴുകയും കെട്ടിടങ്ങൾക്കുള്ളിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമൊക്കെ ഏറെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. ഇതിനകം തന്നെ 140-ന് മുകളിൽ ആളുകൾ മരിച്ചു. ഏതാണ്ട് 134ആണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് 200-നോട് അടുത്തായാലും ഇപ്പോഴും സംശയിക്കേണ്ട എന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. തൊട്ടടുത്ത അയൽ രാജ്യമായ വെനസ്വേലയിൽ കഴിഞ്ഞ വർഷമുണ്ടായ വലിയ ഭൂകമ്പം ഏതാണ്ട് 5000-ഓളം ആളുകളുടെ ജീവൻ കവർന്നിട്ട് കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ. അതിനുശേഷമാണ് കൊളംബിയയിൽ ഇത്ര വലിയ ഒരു ഭൂചലനം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ബൊഗോട്ടയിൽ നിന്ന് 400 കിലോമീറ്റർ പടിഞ്ഞാറുള്ള സാൻജോസ് ഡെല്ല പാൽമാർ ആണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നത്. തിങ്കളാഴ്ച പ്രാദേശിക സമയം രാവിലെ 7:34 എന്നാണ് നമ്മുടെ അവിടുത്തെ ഒരു കണക്കനുസരിച്ച് 7:34-നാണ് ഈ
ഭൂചലനം ഉണ്ടായത്. 79 കിലോമീറ്ററോ അതിൽ കൂടുതലോ ആഴത്തിൽ ഭൂമിക്കടിയിൽ നിന്നാണ് ഈ ഭൂചലനം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത്. ഈ ആളുകൾ വീടുകളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതുമായ ദൃശ്യങ്ങൾ ഏറെ ഭീതിജനകമാണ്. വളരെ പെട്ടെന്നാണ് മുന്നറിയിപ്പില്ലാതെ ഇതുണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഓടി മാറാനുള്ള സമയം അധികം ലഭിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാപ്തി വല്ലാതെ വർദ്ധിപ്പിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ നിരവധി ഈ ചോക്കോ മേഖല എന്ന് പറയുന്നത് കൊളംബോയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഇവിടെയാണ് നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും മറ്റും ചെയ്ത് ഏറ്റവും അധികം മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിസർവാൾഡ പ്രവിശ്യയിലാണ്. ഒപ്പം രാജ്യത്തെ പ്രധാന നഗരങ്ങളായ കാലി, പെരേര എന്നിവിടങ്ങളിലും ഭൂചലനം കനത്ത നാശനഷ്ടമുണ്ടാക്കിയെന്നാണ് വിവരം. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. അതുമാത്രമല്ല ഈ വാഹനങ്ങൾക്ക് മുകളിലേക്ക് ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ തകർന്നു വീണതും ഇതിൻ്റെ ഒരു വ്യാപ്തി വല്ലാതെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും സന്നദ്ധ പ്രവർത്തകരും രക്ഷാസേനയും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടത്തിവരുന്ന കാഴ്ചകൾ ഈ കൊളംബോയിൽ ഉടനീളം ലഭ്യമാണ് എന്നുള്ളതാണ്. തുടർചലനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് വല്ലാതെ ഭീതി ജനിപ്പിക്കുന്നത്. അത് ഈ രക്ഷാപ്രവർത്തനത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിൻ്റെ ഒരു നടുക്കത്തിൽ കൂടിയാണ് രക്ഷാപ്രവർത്തകർ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പുതിയ കൊളംബിയയുടെ പ്രസിഡന്റ് അബർലാഡോ ഡീല എസ്പ്രിയല്ല ദിവസങ്ങൾക്ക് മുൻപാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും മറ്റും ചെയ്തത്. അദ്ദേഹം ഫേസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു വലിയ വിഷയമായി ഇത് മാറുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായി. ദുരന്തനിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനം പ്രസിഡന്റ് ഉടൻ തന്നെ ഏറ്റെടുക്കുകയും മറ്റും ചെയ്തു. ഇവിടെ അദ്ദേഹം ചോക്കോ പ്രവിശ്യയുടെ തലസ്ഥാനമായ കിബ്ഡോയിലെ ദുരന്ത നിവാരണ സേനയുടെ കൺട്രോൾ റൂമിൽ പ്രസിഡന്റ് എത്തുകയും ഏകോപനം നിർവഹിക്കുകയും മറ്റും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അദ്ദേഹം ജനങ്ങൾക്ക് സാന്ത്വനമാകുന്ന തരത്തിലുള്ള മെസ്സേജുകൾ അയക്കുന്നുണ്ട്, നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇതിൻ്റെ ഒരു വ്യാപ്തി നേരിട്ട് മനസ്സിലാക്കാനും ഇരകളെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളും സംരക്ഷണവും നൽകാനും രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസിഡന്റ് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിക്കുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. രാജ്യത്തിന്റെ മുഴുവൻ സൈനിക ശേഷിയും ഇതിന് രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ വെനസ്വേലയിലെ ഉണ്ടായ ഭൂചലനത്തിന്റെ പ്രകമ്പനം അത് നേരത്തെ കൊളംബിയയിലും സംഭവിച്ചിരുന്നു. പക്ഷേ കൊളംബിയയും ഇത്ര വലിയൊരു ഭൂചലനത്തേക്ക് എത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. 7.4 എന്ന് പറയുന്നത് ആദ്യം സേറ പറഞ്ഞതുപോലെ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ പ്രകമ്പനം എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഏതായാലും മാധ്യമപ്രവർത്തകരടക്കം ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഈ ദുരന്തത്തിൻ്റെ ഭീകരാവസ്ഥ വല്ലാതെ പുറത്തേക്ക് വിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും കൊളംബിയ നടുങ്ങിയിരിക്കുന്നു. അയൽ രാജ്യങ്ങളിലും ഇതിൻ്റെ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഏതാനും ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലും ഓരോ മിനിറ്റുകളിലും മരണസംഖ്യ ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നിരവധി ആളുകൾ ഈ കെട്ടിടങ്ങൾക്കുള്ളിലും മറ്റും കുടുങ്ങിക്കിടക്കുന്നതാണ് ഇതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നത്. ദൃശ്യങ്ങളും മറ്റും നമുക്ക് കാണാം. ഈ ബന്ധുക്കളെയും മറ്റും അന്വേഷിച്ചുകൊണ്ട് ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തിരയുന്ന നിരവധി ആളുകളുടെ വേദനാജനകമായ ഒരു കാഴ്ച കൂടി കൊളംബിയ കാണുന്നുണ്ട്. സേറ. ശരി, രഞ്ജിത്ത് രാമേന്ദ്രനാണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. നടുക്കുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഒരു അപകടമാണ് ഇത്. ഏറ്റവും വലിയ ഭൂചലനമാണ് ഇപ്പോൾ കൊളംബിയയിൽ നടന്നിരിക്കുന്നത്. 132 അധികം ആളുകൾ മരിച്ചതായി കണക്കുകൾ വരുന്നു. 100-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു. 90ഓളം ആളുകൾക്ക് പരിക്കുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. കൊളംബിയയിൽ ഇനി അടുത്ത നാളുകളിൽ നടക്കുന്ന രണ്ടാമത്തെ ഭൂചലനം കൂടിയാണ്. ഏറെ പേടിപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മത്സ്യബന്ധനത്തിനിടെ കാണാതായ 3 പേർക്കായി ഇന്നും തെരച്ചിൽ തുടരും. പുല്ലുവിള സ്വദേശി ജോൺ, മുതലപ്പുഴി സ്വദേശി ഷിജിൻ, നീണ്ടകരി സ്വദേശി ഗൗതം കൃഷ്ണ എന്നിവർക്കായാണ് തെരച്ചിൽ നടത്തുന്നത്. 12 ദിവസം മുൻപാണ് ഇവരെ കടലിൽ കാണാതായത്. മുതലപ്പുഴി തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കാണാം. എസ് അഭിലാഷ് ആണ് നമ്മളുമായി കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, മുതലപ്പൊടിയിൽ നടന്ന അപകടത്തിനൊടുവിൽ ഇപ്പോൾ 12ാം ദിവസമാണ് തെരച്ചിൽ തുടരുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിമാർ അടക്കം തീരത്തെത്തിയിരുന്നു. വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു സന്ദർശനം നടത്തുന്നത്. ഇപ്പോൾ എന്താണ് അവിടെ നിന്നുള്ള സാഹചര്യം?
കഴിഞ്ഞ ദിവസം കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം കടലിന്റെ പ്രക്ഷുബ്ധാവസ്ഥ തന്നെയായിരുന്നു തിരിച്ചടിയായത്. തീരപ്രദേശങ്ങളിൽ, അതായത് പുലിമുട്ട്, അഴിമുഖം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്താൻ ഇന്നലെ കഴിഞ്ഞില്ല. സ്കൂബ സംഘം ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും തിരച്ചിൽ നടന്നിരുന്നില്ല. ആഴക്കടലിൽ മാത്രമാണ് ഇന്നലെ മറൈന്റെയും അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസിന്റെയും ഒക്കെ തിരച്ചിൽ നടന്നത്. തമിഴ്നാട് മേഖലയിലും അന്വേഷണം നടന്നിരുന്നു. എന്നാൽ തീരപ്രദേശത്ത് അത് അഴിമുഖത്തോട് ചേർന്നുള്ള ഭാഗത്ത് പുലിമുട്ടുകൾക്കിടയിൽ കൂടി അന്വേഷണം നടത്തണമെന്ന് കുടുംബം ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള അന്വേഷണത്തിന് പറ്റിയ സാഹചര്യമല്ല കടലിലുള്ളതെന്നും ശക്തമായ അടിയൊഴുക്ക് ഉണ്ട് എന്നും ഇതാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പുണ്ടായത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ഒക്കെ സ്ഥലം സന്ദർശിച്ചു. മുതലപ്പുഴയും അതുപോലെ തന്നെ ഈ കടലിൽ കാണാതായ ഷിജിന്റെ വീടും ഒക്കെ സന്ദർശിച്ചിരുന്നു. ഇവരും നൽകിയ ഉറപ്പ് വീണ്ടും അന്വേഷണം തുടരുമെന്ന് തന്നെയാണ്. കാര്യക്ഷമമായ രീതിയിലുള്ള അന്വേഷണം തുടരുമെന്ന് അറിയിച്ചിരുന്നു. നേവിയുടെ തിരച്ചിൽ സംഘം എത്തുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയും എത്തിയിട്ടില്ല. ഇന്ന് എത്തുമെന്നൊരു പ്രതീക്ഷ ആണ് ഈ വകുപ്പിനുള്ളത്. എന്തായാലും ഈ പ്രതികൂലമായ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈ തീരത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഈ പുലിമുട്ടുകൾ അല്ലെങ്കിൽ അഴിമുഖം ആ ഭാഗങ്ങളിലുള്ള തിരച്ചിൽ അസാധ്യമാണ് എന്നാണ് ഇപ്പോഴും അധികൃതർ പറയുന്നത്. മറ്റുള്ള തിരച്ചിൽ, അതായത് ആഴക്കടലിലും തമിഴ്നാടൻ മേഖലയിലുമുള്ള തിരച്ചിൽ ഇന്നും തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരി, എസ് അഭിലാഷ് ആണ് നമുക്ക് മുതലപ്പുഴയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത നമുക്ക് നീണ്ടകരയിലെ വിശദാംശങ്ങളുമായി എസ് വിനീഷ് ആണ് നമ്മളുമായി ചേരുന്നത്. വിനീഷ്, നീണ്ടകരയില് ഗൗതം കൃഷ്ണ കാണാതായി. ഇപ്പോൾ 12ാം ദിവസത്തിലേക്ക് ഈ തെരച്ചിൽ നടക്കുകയാണ്. ഇപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ ഇപ്പോഴും പ്രതീക്ഷയിലാണോ? തീർച്ചയായും സറ, കൊല്ലത്ത് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ്. അതുപോലെ തന്നെ സറ സൂചിപ്പിച്ചതുപോലെ തന്നെ 12ാം ദിവസമായിട്ടും നേവി അടക്കമുള്ള എത്തുകയും വ്യാപകമായി തെരച്ചിൽ നടത്തുകയൊക്കെ ചെയ്തെങ്കിലും ഗൗതമിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കോസ്റ്റൽ പോലീസ്, മറൈൻ പോലീസ്, അതുപോലെ തന്നെ കോസ്റ്റൽ ഗാർഡ്, നേവി എന്നിവർ സംയുക്തമായിട്ടായിരുന്നു ഇതുവരെ തെരച്ചിൽ നടത്തി വന്നിരുന്നത്. അതേസമയം ഗൗതംകൃഷ്ണന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശനും വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി കഴിഞ്ഞ ദിവസം വീട്ടിൽ എത്തിയിരുന്നു. കുടുംബത്തിനും അതുപോലെ തന്നെ ഇതിന്റെ തെരച്ചിലുമായി എല്ലാ സഹായങ്ങളും ഉറപ്പാക്കിയാണ് ഇരുവരും മടങ്ങിയത്. അതുപോലെ തന്നെ കടലിലെ രക്ഷാപ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ട പ്രത്യേക നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും പി സി വിശ്വനാഥും ഗൗതമിന്റെ വീട് സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് അറിയിച്ചിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും മുൻ മന്ത്രി മേഴ്സിക്കുട്ടി അമ്മ അടക്കമുള്ളവർ പുത്തൻതുറയിലെത്തി ഗൗതമിന്റെ അമ്മയെ കാണുകയും ആശ്വാസ വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി ഗൗതമിന്റെ വീട്ടിലെത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഇന്നും തെരച്ചിലുകൾ തുടങ്ങിയിട്ടുണ്ട്, രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമായിരുന്നു, പ്രതികൂല കാലാവസ്ഥയായിരുന്നു. ഇതെല്ലാം തന്നെ തെരച്ചിലിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ വീണ്ടും തെരച്ചിൽ തുടരുന്നു. വലിയ പ്രതീക്ഷയോടെയുള്ള തെരച്ചിലാണ് ഇപ്പോഴും തുടരുന്നത്. സെറ. ശരി, എസ് വിനീഷ് ആണ് നീണ്ടകരയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. അർജുൻ ആയങ്കിക്കെതിരെ നിയമ നടപടികൾ വേഗത്തിലാക്കി പോലീസ്. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി നിലവിലെ കേസുകളിൽ ജാമ്യം നേടി പുറത്തിറങ്ങുന്നതിന് മുൻപ് കാപ്പ ചുമത്തുന്നതിന്റെ ഭാഗമായി കേസ് ഹിസ്റ്ററിയും ശേഖരിച്ചു കഴിഞ്ഞു. കൂടുതൽ ചോദ്യം ചെയ്യലിനൊക്കെയായി അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. 5 ദിവസത്തേക്കാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്ത ലാപ്ടോപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയക്കും. കൂടുതൽ വാർത്തകളുമായി നമ്മളുമായി KV ബൈജു ആയിരിക്കും ചേർന്നത്. ബൈജു, കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നാണ് അർജുൻ ആയങ്കി ഒടുവിൽ അറസ്റ്റിലായത്. കേസ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റിമാൻഡിലാണ്. കാപ്പ ചുമത്തുന്നതും നമ്മൾ അറിഞ്ഞു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം? സറ, എന്തായാലും അർജുൻ ആയങ്കിക്കെതിരെ പൂട്ടുമുറുക്കുക, അതാണിപ്പോൾ കേരള പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നടപടികളെല്ലാം നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഹർജി നൽകിയിട്ടുണ്ട്. അതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ഇയാളുടെ ഈ സംഭവം ഇയാൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെ കണ്ടെത്താറുണ്ട്, നിരവധി തെളിവുകൾ കണ്ടെത്താറുണ്ട്. അത് ചൂണ്ടിക്കാട്ടിയാണ് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. എന്തായാലും 5 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ.
അതിനൊപ്പം തന്നെ ഇയാൾക്ക് കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിലും ഇന്നലെ രാത്രിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു കേസിൽ കൂടി കൊച്ചിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ ഒരു കേസിൽ കൂടി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. അങ്ങനെ എല്ലാ കേസുകളിലും കൃത്യമായ പഴുതടച്ചുള്ള ഈ അന്വേഷണം, അതോടൊപ്പം കാപ്പ ചുമത്തുക, അതാണിപ്പോൾ കേരള പോലീസ് ലക്ഷ്യമിട്ടുള്ളത്. കാപ്പ ചുമത്തുന്നതിനുള്ള നടപടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള ഇയാളുടെ കേസ് ഹിസ്റ്ററി അത് ഇന്നോ നാളെയോ ജില്ലാ കളക്ടർ കൈമാറും. ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് കാപ്പ ചുമത്തുന്നത് സംബന്ധിച്ച് ഉത്തരവിറക്കേണ്ടത്. എന്തായാലും ഈ കേസുകളിലെല്ലാം നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3 കേസുകളിൽ ആ കേസുകളിലെല്ലാം ജാമ്യം എടുക്കുന്നതിന് മുമ്പ് തന്നെ കാപ്പ ചുമത്തുക, അതാണിപ്പോൾ ഏറ്റവും പുതുതായി പോലീസിന്റെ നീക്കം. അതോടൊപ്പം ഇന്നലെയാണ് ഈ അഴീക്കോട് കപ്പക്കടവിലെ ഈ അർജുൻ നായകയുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ ഒരു ലാപ്ടോപ്പ് പിടികൂടിയിരുന്നു. ഈ ലാപ്ടോപ്പിൽ ഏതെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്നറിയാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതോടൊപ്പം അമ്മയുടെയും സഹോദരനെയും മൊഴിയും ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും കസ്റ്റഡിയിൽ കിട്ടുന്ന ഈ അർജുൻ നായകിയെ വിശദമായി ചോദ്യം ചെയ്യും. ആരൊക്കെയാണ് ഇയാൾക്ക് മറ്റ് സഹായങ്ങൾ ചെയ്യുന്നത്, പണം ഉൾപ്പെടെ നൽകുന്നത്, അതോടൊപ്പം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും നിർണായകം. ഈ കേസിൽ ഏറ്റവും വലിയ തെളിവ് അതാണ്. ആ മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്താനുള്ള ശ്രമവും നടക്കും. എന്തായാലും വലിയ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. കണ്ണൂരിലെ കേസിന്റെ ഈ നടപടികൾ പൂർത്തിയാൽ മാത്രമേ കോതമംഗലം കേസിൽ ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അങ്ങനെ പരമാവധി ഈ കാപ്പ ചുമത്തുന്നവരെ ഇപ്പോൾ നിലവിലുള്ള കേസുകളിൽ നിയമ നടപടികൾ മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോവുക, അതിനുശേഷം ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുക, അതാണിപ്പോൾ പോലീസിന്റെ നീക്കം. സാറാ. ശരി, KV ബൈജു ആണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും കേസിൽ പിടിമുറുക്കിയിരിക്കുകയാണ് പോലീസ്. നിർണായകമായ നീക്കങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ ഓപ്പറേഷൻ ഗ്രിപ്പുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ മാത്രം ഒരു ദിവസം 30ഓളം കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട 18ഓളം പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 2000ഓളം വാഹനങ്ങളാണ് ഓപ്പറേഷൻ ഗ്രിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ജില്ലയിൽ മാത്രം പോലീസ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും ഗുണ്ടാപ്രവർത്തനം തടയുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് വ്യക്തമാക്കി. സാർ, ഈ പരിശോധന ഇപ്പോൾ വ്യാപകമായി തുടരുകയാണ്. എത്ര പേര് ഇതുവരെ പിടിയിലായിട്ടുണ്ട്? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരിശോധന ഭാഗമായി നടത്തുന്നത്? ഓപ്പറേഷൻ ഗ്രിപ്പായിട്ട് ഒരു ടോപ്പ് 30 ആന്റി സോഷ്യൽസോടെ ലിസ്റ്റ് ഇന്റലിജൻസ് നമുക്ക് കിട്ടിയിരുന്നു. അപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് അവർ നമ്മൾ പരിശോധിച്ച് വരികയാണ്. അപ്പൊ അവരിൽ 30 പേരിൽ നമ്മൾ ഒരു 14 പേരെ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുത്തർ കാപ്പാല ഡിറ്റൻഷനിലാണ്. ഒരു 6 പേര് വിവിധ കേസുകൾ അറസ്റ്റ് ആയിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ബാക്കിയുള്ളവരും കൂടി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അവർ സംസ്ഥാനത്തിന് പുറത്തും വേറെ ജില്ലകളിലാണ്. അപ്പൊ അവരെ കുറിച്ചുള്ള അന്വേഷണം നടന്നു വരികയാണ്. ഇപ്പൊ നമ്മൾ കരുതൽ തരങ്ങളിലാക്കിയ ഈ ടോപ്പ് 30 ആന്റി സോഷ്യൽസിലെ അസോസിയേറ്റ്സും കൂടി നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഗ്രിപ്പിയുടെ ഭാഗമായിട്ട് നമ്മൾ വെരിഫിക്കേഷനും ചെക്കിങ് നടത്തി വരുന്നുണ്ട്. അങ്ങനെ ഒരു 100ഓളം ആൾക്കാർക്കെതിരായിട്ട് നമ്മൾ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 170 BNSS പ്രകാരം പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്ത് അവരെ സ്റ്റേഷനിൽ എത്തിച്ച് നമ്മൾ അവരുടെ വേറെ ബോട്ട്സ് ആക്ടിവിറ്റീസ് എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് വരികയാണ്. അതേപോലെ ഈ ടോപ്പ് 30 ആന്റി സോഷ്യൽക്കെതിരായിട്ട് നമ്മൾ 126 BNSS പ്രകാരം ബാണ്ട് ഒപ്പിക്കാനോ, കാപ്പ ഫിറ്റായിട്ടുള്ളവർക്ക് കാപ്പ വയ്ക്കാനോ, ബെയിൽ ക്യാൻസലേഷൻ അറിയപ്പെട്ട ആൾക്കാർ ബെയിൽ ക്യാൻസലേഷൻ കൊടുക്കാനോ, അങ്ങനത്തെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രിവെന്റീവ് ആക്ഷൻ ചെയ്തു വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ജില്ലാ അതിർത്തി ഡിസ്ട്രിക്ട് ബോർഡറിലെ വാഹന പരിശോധന കൂടി നടത്തി വരികയാണ്. നിയർലി ഒരു 1900 വെഹിക്കിൾസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഫർദർ ഇത് ഗ്രിപ്പ് മുന്നോട്ട് പോകും. സ്വാഭാവികമായിട്ടും ഈ നേരത്തെ ഉള്ള കേസുകളിലുള്ള ആളുകളുണ്ട്, പിടിക്കപ്പെടാത്തതുണ്ട്. അത്തരം ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാവുന്നുണ്ട്. അതെ, നമ്മൾ വാണ്ടഡ് ആയിട്ട് അബ്സ്കാൻഡിങ് അക്യൂസ്ഡ് ഇതിനകത്ത് ഉണ്ട്. അങ്ങനെ ഒരു 15 പേരെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അതേപോലെ വാറന്റ്സ് ഒരു 25 വാറന്റ്സ് നമ്മൾ പിടിക്കുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള ആളുകൾ പിടിക്കുന്നുണ്ട്. പോലീസിന്റെ ഒരു ഫോഴ്സ് എത്രയാണ്? എല്ലാ ജില്ലയിലുള്ള സ്റ്റേഷന്റെ എങ്ങനെയാണ് അതിന്റെ ഒരു ക്രമീകരണം, ഈ പരിശോധനയും കാര്യങ്ങളും നടക്കുന്നത്? നമ്മളിത് ഓരോ ആക്ടിവിറ്റിക്ക് ഓരോ ടീം കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാറന്റ് പിടിക്കണമെങ്കിൽ അതിനൊരു ടീം, പ്രത്യേക അബ്സ്കാൻഡിങ് പ്രതികൾ പിടിക്കുന്ന ടീം, ആന്റി സോഷ്യൽ ചെക്ക് ചെയ്യാൻ ടീം. അപ്പോൾ എല്ലാ സ്റ്റേഷനിലുള്ള എല്ലാ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തു വരുന്നത്. രാത്രിയും പകലും ഒരുപോലുള്ള പരിശോധന? അതെ, നൈറ്റും ഉണ്ട്. കഴിഞ്ഞ നമ്മൾ സാറ്റർഡേ സൺഡേ 2 ദിവസമായിട്ട് നൈറ്റിന് വേണ്ടി ഒരു സ്ട്രെങ്ത് ഇട്ടിട്ട് നൈറ്റ് പരിശോധിച്ച് നമ്മൾ വരുന്നുണ്ട്. വാഹനങ്ങളും എല്ലാം? യെസ്. വാഹനങ്ങൾ, പിന്നെ ഇതേപോലെ ആന്റി സോഷ്യൽസ് വേറെ ബോട്ട്സ്, ഹോട്ട്സ്പോട്ട് ഉള്ള സ്ഥലങ്ങളുണ്ട്, അവരുടെ വീടുകൾ എല്ലാം പരിശോധിച്ച് വരികയാണ്. തീർച്ചയായും അതാണ്. പോലീസ് മികച്ച രീതിയിലാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് നടപ്പിലാക്കുന്നത്. പരിശോധനകൾ വ്യാപകമായി തുടരുന്നുണ്ട്. ഇന്നലെ തന്നെ ഈ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിലും ഇത് കൂടുതൽ കർശനമായി നടത്താനാണ് പോലീസിന്റെ തീരുമാനം. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. വിദ്വേഷ പരാമർശത്തിൽ കർശന ഉപാധികളോടെ ജാമ്യം ലഭിച്ച TG മോഹൻദാസ്
ഇന്ന് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകും. തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാകും ചോദ്യം ചെയ്യൽ. തുടർച്ചയായ 3 ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് കോടതിയുടെ ഉത്തരവ്. വിദ്വേഷ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ നിർമ്മിക്കാൻ പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നറിയാൻ TG മോഹൻദാസിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും അന്വേഷണ സംഘം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. വിദ്വേഷ പരാമർശത്തിൽ കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ഇന്നു മുതൽ 3 ദിവസത്തേക്ക് ചോദ്യം ചെയ്യലിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണമെന്നാണ് തിരുവനന്തപുരം ACGM കോടതി ജാമ്യ വ്യവസ്ഥയിൽ TJ മോഹൻദാസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് പ്രകാരം ഇന്ന് രാവിലെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ നൌഷാദിന് മുമ്പാകെ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകും. കേസുമായി ബന്ധപ്പെട്ട ബോധപൂർവമായ നീക്കമാണോ ഈ പരാമർശങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാനുള്ള നീക്കം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതോടൊപ്പം അതിന് പിന്നിൽ ആരുടെയെങ്കിലും പിന്തുണയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോത്സാഹനമോ ഉണ്ടായിട്ടുണ്ടോ? ഇത്തരത്തിൽ ഒരു യൂട്യൂബ് കണ്ടന്റ് ചെയ്യുന്നതിന് അങ്ങനെ ഒരു പ്രോത്സാഹനം ഉണ്ടായിട്ടുണ്ടോ? പത്രിക എന്ന അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന് ഇങ്ങനെയൊരു കണ്ടന്റ് ചെയ്യാനുള്ള ആരുടെയെങ്കിലും ഒരു പിന്തുണ അദ്ദേഹത്തിന് പുറത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്? ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം TG മോഹൻദാസിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പും മൊബൈൽ ഫോണും അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിലൂടെ ഈ കണ്ടന്റ് തയ്യാറാക്കുന്നതിന് മറ്റാരുടെയെങ്കിലും സഹായം മോഹൻദാസിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലടക്കം വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് സൈബർ ക്രൈം പോലീസ് ഉള്ളത്. ഇന്നു മുതൽ 3 ദിവസത്തേക്കായിരിക്കും തുടർച്ചയായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകുക. കോടതിയുടെ കർശനമായ നിർദ്ദേശമാണ് അതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്നത്. അതോടൊപ്പം പിടിച്ചെടുത്തിരിക്കുന്ന ഡിവൈസുകൾ, അത് ലാപ്ടോപ്പും മൊബൈൽ ഫോണും അടക്കം ഈ സൈബർ ഫോറൻസിക് സംഘമായിരിക്കും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഇതിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് പരമാവധി തെളിവുകൾ വീണ്ടെടുക്കുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ സൈബർ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ S. ശശിധരൻ ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. 17 ഫൈനൽ റിപ്പോർട്ടുകൾ വിജിലൻസ് കോടതികളിൽ സമർപ്പിച്ചെന്നും 124 കേസുകളിൽ ഒരു ഫൈനൽ റിപ്പോർട്ട് മാത്രമാണ് നൽകിയതെന്ന വാദം വസ്തുതാപരമല്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ക്രമക്കേട് കണ്ടെത്താത്ത 30 ആരോപണങ്ങളിൽ വസ്തുതാ റിപ്പോർട്ടുകൾ അംഗീകരിച്ചതും റിപ്പോർട്ടിൽ പറയുന്നു. കേസിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡാനി, വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള മൈക്രോ ഫിനാൻസ് കേസ് ഇന്ന് പരിഗണിക്കുകയാണ്. തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും ഡാനി? ഈ കേസിൽ മെല്ലെപ്പോക്കാണ് എന്ന രീതിയിലുള്ളൊരു ആക്ഷേപം ഉയർന്നിരുന്നു. കാരണം അത് 124ഓളം കേസുകളിൽ ഒന്നിൽ മാത്രമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മറ്റ് കേസുകളിലൊന്നും തന്നെ നടപടികളാകുന്നില്ല എന്നതടക്കമുള്ളൊരു ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മറുപടി, അത്തരം കാര്യങ്ങൾ കോടതിയിൽ നിന്ന് ബോധിപ്പിക്കുകയും വേണം. അദ്ദേഹം നൽകിയ റിപ്പോർട്ട് ഇത് കോടതി പരിഗണിക്കുകയും ചെയ്യും. ഈ റിപ്പോർട്ടിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കുന്നത്, ഇതിലൊരു കേസ് മാത്രമല്ല മറ്റ് പല കേസുകളുടെയും തന്നെ ഒരു ഫൈനൽ റിപ്പോർട്ട് എന്ന രീതിയിലേക്കെല്ലാം തന്നെ ആ കാര്യങ്ങൾ മാറുകയാണ്. 17 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകളിൽ കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് പലയിടങ്ങളിൽ സമാനമായ രീതിയിലുള്ള അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ക്രമക്കേട് കണ്ടെത്താത്ത 30 ആരോപണങ്ങളിൽ വസ്തുതാ റിപ്പോർട്ടുകൾ അംഗീകരിച്ചെന്നും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ടിലടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം എടുത്ത് പറയേണ്ടത്, ഈ ഫണ്ട് വകമാറ്റവും ദുരുപയോഗവും കണ്ടെത്തിയ പുൽപ്പള്ളി, റാന്നി, മാനന്തവാടി കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു അനുമതി ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റാന്നി, പുൽപ്പള്ളി കേസുകളിൽ വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ മെല്ലെപ്പോക്ക് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ആക്ഷേപങ്ങൾ കഴമ്പില്ല എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തൻ്റെ റിപ്പോർട്ടുകളിൽ സമർത്ഥിക്കുന്നത്. ഇതിനുള്ള നടപടികൾ, ഈ കേസുകളിൽ അതിലെ പ്രായോഗിക തലത്തിലുള്ള എല്ലാ നടപടികളും പുരോഗമിക്കുകയാണ്. മറ്റു തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. നമുക്കറിയാം, ഈ SNDP മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്
വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്ന ഒരു കേസാണിത്. കുറഞ്ഞ നിരക്കിൽ അത് പണം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ഉയർന്ന നിരക്കിൽ അംഗങ്ങൾക്ക് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടികളുടെ ഒരു അഴിമതി നടന്നു എന്നതാണ് ഈ കേസിന് അടിസ്ഥാനമായ ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതരമായ രീതിയിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നത്. ഇതിൽ ആദ്യ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു, ഇവർക്കെതിരായി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. 124ഓളം കേസുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ യോഗം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്ക് എതിരായി ഉയരുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. തുടർന്നാണ് ഇതിൽ വിജിലൻസ് അന്വേഷണത്തിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. ഇതിൽ ഈ അന്വേഷണം പുരോഗമിക്കുകയാണ്. നാളിതുവരെയായിട്ടും ഇതിൽ ഒരു റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു കേസിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായ വിവരങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കോടതി റിപ്പോർട്ട് പരിശോധിക്കും. ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു കേസിൽ മാത്രമല്ല മറ്റു പല കേസുകളിലായിട്ട് ഇതിൻ്റെ കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലെ വസ്തുതാപരമായ കാര്യങ്ങൾ കൂടി കോടതി ഇന്ന് പരിശോധിക്കപ്പെടും. ശരി ഡാനി, അടുത്ത വാർത്തയ്ക്ക് ശേഷം നമുക്ക് തുടരാം. ഡാനി പോളാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ PSC നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്ലാനിംഗ് ബോർഡ് പരീക്ഷയിലെ റാങ്ക് പട്ടികയിൽ 1ഉം 2ഉം സ്ഥാനത്തെത്തിയ ഉദ്യോഗാർത്ഥികളുടെ മാർക്കും സർട്ടിഫിക്കറ്റുകളും നൽകണമെന്നായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. റാങ്ക് പട്ടികയിൽ 3ആം സ്ഥാനത്തുള്ള ഉദ്യോഗാർത്ഥി നൽകിയ വിവരാവകാശ അപേക്ഷയിലാണ് കമ്മീഷൻ വിവരങ്ങൾ നൽകാൻ നിർദ്ദേശിച്ചത്. എന്നാൽ മറ്റു ഉദ്യോഗാർത്ഥികളുടെ മാർക്കും സർട്ടിഫിക്കറ്റുകളും 3ആം കക്ഷിയുടെ വ്യക്തിഗത വിവരങ്ങളാണെന്നും ഇവ പുറത്തുവിടുന്നതിന് നിയമപരമായ നിയന്ത്രണങ്ങൾ ഉണ്ടെന്നുമാണ് PSCയുടെ വാദം. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് PSCയുടെ ആവശ്യം. കൂടുതൽ വിശദാംശങ്ങളുമായി ഡാനി പോൾ തന്നെയാണ് നമ്മളുമായി വീണ്ടും ചേരുന്നത്. ഡാനി, ഉദ്യോഗാർത്ഥികളുടെ മാർക്കും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും ഒക്കെ നൽകാനാവില്ലെന്നാണ് PSCയുടെ നിലപാട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലവിലുള്ള സാഹചര്യം? ഇതിൽ PSC ഇതുമായി ഒരു നിലപാടെടുത്തിരിക്കുന്നത് ഇത് അവരുടെ ഇത്തരം ഉത്തരങ്ങൾ നൽകുന്നത് അത് മറ്റൊരു രീതിയിൽ PSCയുടെ പ്രവർത്തനങ്ങളെ അടക്കം ബാധിക്കും. അത് മാത്രവുമല്ല, ഇത് നിലവിലുള്ള നിലപാടുകൾക്ക് നയങ്ങൾക്ക് വിരുദ്ധമാണ്. അത് ഒരു സ്വകാര്യ വ്യക്തിയുടെ അടക്കമുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നതിലേക്ക് അടക്കം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടും എന്നതാണ് PSC പറയുന്നത്. അത് അവരുടെ ഒരു ന്യായമായിട്ടും അവരുടെ ഭാഗമായിട്ടും പറയുകയും ചെയ്യുന്നു. ഈ പരാതിക്കാരൻ ഈ കാര്യങ്ങളിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് 1ഉം 2ഉം റാങ്ക് കിട്ടിയ ആളുകളുടെ അവരുടെ പേപ്പർ 1, പേപ്പർ 2, അതോടൊപ്പം തന്നെ അവരുടെ അഭിമുഖം, ഇന്റർവ്യൂ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 3 വിഭാഗങ്ങളിലും അവരുടെ മാർക്കുകൾ എന്താണ്, അവരുടെ വിവരങ്ങൾ എന്താണ് എന്നതാണ് ഈ മറ്റൊരാൾ വിവരാവകാശ പ്രകാരം തന്നെ 3ആം റാങ്ക് ലഭിച്ചയാൾ ചോദിച്ചിരിക്കുന്നത്. PSC പറയുന്നത് ഇതൊരു പുതിയ പ്രവണതയ്ക്ക് തുടക്കമിടും. കാരണം ഇത് ഒരുപാട് വിവരാവകാശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇനി ഇത് തുടങ്ങി വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയും ചെയ്യും. പലരും തന്നെ ഇത്തരം ആവശ്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് PSCയുടെ അടക്കമുള്ള ഒരു പ്രവർത്തനങ്ങളെ അടക്കം ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് അംഗീകരിക്കാനാവില്ല, അല്ലെങ്കിൽ ഇത് അനുവദിക്കാനാകില്ല എന്നതാണ് PSCയുടെ ഒരു നിലപാടായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ നേരത്തെ PSCയോട് ഈ ഉദ്യോഗാർത്ഥി തന്നെ ഇത്തരം വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ അത് നൽകാൻ കഴിയില്ല എന്ന് PSC പറയുകയും ചെയ്തു. ഇതിനുശേഷമാണ് വിവരാവകാശ കമ്മീഷൻ അടക്കം സമീപിക്കുകയും വിവരാവകാശ കമ്മീഷണർ ഇത് രേഖകൾ നൽകാൻ ഉത്തരവിടുകയും ചെയ്തത്. ഇതിനെതിരെയാണ് PSC തന്നെ കോടതിയിലേക്ക് പോവുകയും ചെയ്തത്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇത്തരം വിവരങ്ങൾ നൽകിയാൽ അതൊരു പുതിയ രീതിക്ക് തന്നെ തുടക്കമാവുകയും ചെയ്യും. മാത്രമല്ല, ഇത് മറ്റൊരാളുടെ വിവരങ്ങളാണ്, മറ്റൊരു സ്വകാര്യതയുടെ കൂടി പ്രശ്നങ്ങൾ അവിടെയുണ്ട്. മറ്റ് ആളുകളുടെ വിവരങ്ങൾ കൂടി, അവരുടെ അഭിമുഖം, അവരുടെ പരീക്ഷ എന്നിവയുടെ കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വിടുന്നത് അത് ഒരു പ്രസിദ്ധീകരിക്കുന്നതിന് തുല്യം എന്ന രീതിയിലേക്ക് കൃത്യമായ രീതിയിലേക്ക് ആയിപ്പോകും. അപ്പോൾ ഇതൊരു രീതി തുറന്നു വെച്ചാൽ അത് കൂടുതൽ വിവരാവകാശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയും PSCയുടെ തുടർ പ്രവർത്തനങ്ങളെ അടക്കം അത് ബാധിക്കുകയും ചെയ്യുന്നൊരു നിലപാടിലാണ് PSC ഉള്ളത്. എന്തായാലും അത് കോടതി അത് എങ്ങനെ സ്വീകരിക്കും, എങ്ങനെ മനസ്സിലാക്കുമെന്നത് തന്നെയാണ് ഇതിൽ ഒരു കാര്യമായിട്ട് വരുന്നത്. ഏതായാലും കോടതിയുടെ പരിഗണനയിലേക്ക് ഈ കേസ് വരുന്നുണ്ടാകും. സാർ, ശരി, ഡാനി പോളാണ് നമ്മളുമായി ചേർന്നത്. ഇന്നും പാർലമെന്റ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് വേദിയാകും. അതേസമയം
അമിത്ഷാ പാർലമെന്റിൽ ഡൽഹി വിദ്യാർത്ഥി സമരത്തെ സംബന്ധിച്ച് പ്രതികരിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പാർലമെന്റിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി JP നദ്ദയും രംഗത്തുണ്ട്. സഭ പ്രവർത്തിക്കുന്നത് തടയുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം. സമ്മേളനത്തിന്റെ തുടക്കത്തിൽ നീറ്റിനെ കുറിച്ച് ചർച്ച ആവശ്യപ്പെട്ടു. അത് സമ്മതിച്ചപ്പോൾ പകരം രാമമന്ദിർ ട്രസ്റ്റിന്റെ വിഷയം ഉന്നയിച്ചു. പിന്നെ ജന്തർ മന്ദിർ സംഭവത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന നടത്തണമെന്നായി ആവശ്യം. ചർച്ചയല്ല, കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് രാഹുലിന്റെ ലക്ഷ്യമെന്നും JP നദ്ദ പറഞ്ഞു. डबल स्टैंडर्ड राहुल गांधी और कांग्रेस पार्टी अपनाती है. उनका कोई भी देश के भविष्य के लिए और देश के आगे ठीक ढंग से चले, इसमें अराजकता पैदा करना, नकारात्मक राजनीति लाना, गैर जिम्मेदाराना अपना योगदान, गैर जिम्मेदाराना विपक्ष की भूमिका निभाना, यही वो करते रहे हैं. मैं इसकी तीव्र भर्त्सना करता हूं और फिर से मैं चैलेंज देता हूं राहुल गांधी को, आप सदन में आइए, हम चर्चा के लिए तैयार हैं और आपको मुंह तोड़ जवाब दिया जाएगा, यह भी बताना चाहूंगा. और भ्रम मत फैलाइए, कोई गोली नहीं चली है जंतर मंतर में और कोई गोली का ऑर्डर नहीं दिया गया है जंतर मंतर में. അതേസമയം പാർലമെന്റിൽ അമിത്ഷാ പൊതുവിഷയങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേൾക്കാൻ രാജ്യത്തിന് താല്പര്യമില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ പ്രയോഗിക്കാൻ ആരാണ് അനുമതി നൽകിയതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും 15 ദിവസത്തിലേറെയായി സഭയിൽ വരാൻ ധൈര്യമില്ലെന്നും ഇരുവർക്കും ചെയ്ത കാര്യങ്ങൾ സമ്മതിക്കാൻ ധൈര്യമില്ലെന്നും ലോക്സഭ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. होम मिनिस्ट्री से पैलेट गन चलाने का, कील वाली लाठी चलाने का ऑर्डर आया था और पूरे देश ने देखा कि हमारे स्टूडेंट्स को मारा गया, पैलेट गन से अंधा किया गया. हमारी पहली डिमांड थी कि होम मिनिस्टर आए और देश को क्लियरली बता दें, या उन्होंने ऑर्डर दिया और वो कल्पेबल हैं और उन्होंने हमारे बच्चों पर गोली चलाई, युवाओं पर गोली चलाई, या उनको मालूम ही नहीं था और किसी और ने ऑर्डर दे दिया. UPIക്ക് യാതൊരുവിധ നികുതിയും ചുമത്തില്ലെന്നും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം സൗജന്യമായി തുടരുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ പാർലമെന്റിൽ ഉത്തരങ്ങൾ ശ്രദ്ധിക്കാതെ അവർ പുറത്തുപോയി രാജ്യമെമ്പാടും അസത്യങ്ങൾ പ്രചരിപ്പിക്കരുത്. അതുകൊണ്ടാണ് അവർ രാജ്യമെമ്പാടും തെരഞ്ഞെടുപ്പിൽ തോറ്റത്. ഇന്ന് ഒരു സംസ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇല്ല എന്നും പരിഹാസത്തോടെ ധനമന്ത്രി എക്സിൽ കുറിച്ചു. പശ്ചിമേഷ്യൻ സമാധാനത്തിന് ചർച്ചകൾ നടക്കുന്നതിനിടെ അമേരിക്കയെ അമ്പരിപ്പിച്ച് സൈനിക സംവിധാനത്തിന്റെ ഘടന കൂടുതൽ കരുത്തുള്ളതാക്കി ഇറാൻ. സമ്പൂർണ്ണ യുദ്ധത്തിന് തയ്യാറെടുപ്പെന്നോണമാണ് സേനയെ അടിമുടി ഉടച്ചു വാർത്തത്. വിവിധ സേനാ വിഭാഗങ്ങളുടെ സുപ്രധാന തസ്തികകളിലേക്ക് പുതിയ 6 കമാൻഡർമാരെ നിയമിച്ചു. മുസ്തഫ ഖമേനിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സേന പുനഃഘടന. അടുത്തിടെ യുദ്ധത്തിലെ നാശനഷ്ടത്തിന് ഇറാനോട് അമേരിക്ക നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തു. കൂടുതൽ വിശദാംശങ്ങളുമായി VV വിനോദാണ് നമ്മളുമായി ചേരുന്നത്. വിനോദ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ സാഹചര്യം? സെറ, അമേരിക്കയുടെയും ഇസ്രായേലിനെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ്റെ ഒരു നീക്കമുണ്ടായിരിക്കുന്നത്. അവരുടെ സൈനിക സംവിധാനത്തിൽ വലിയ പൊളിച്ചെഴുത്തുണ്ടായിരിക്കുന്നു. പുതിയ 6 കമാൻഡർമാരെ നിയമിച്ചിരിക്കുന്നു. തീർച്ചയായും ഒരു സമ്പൂർണ്ണ യുദ്ധം അത് തന്നെയാണ് മനസ്സിൽ കണ്ടുകൊണ്ട് ഇറാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടക്കുകയാണ്, വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. എങ്കിൽ തന്നെയും അമേരിക്കയും ഇസ്രായേലിനെയും സംശയത്തോടു കൂടി ഇറാൻ കാണുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി തന്നെയാണ് ഇപ്പോഴത്തെ ഈ പുനഃസംഘടനയെ കാണേണ്ടത്. മാത്രമല്ല, ഖമനേയി കൊല്ലപ്പെട്ടു എന്ന വിവരം, മുസ്തഫ കൊല്ലപ്പെട്ടു എന്ന വിവരമൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം രോഗബാധിതനായി ചികിത്സയിലായിരുന്നു, അദ്ദേഹം അങ്ങനെ മൃതപ്രായനായി കഴിയുകയും പിന്നീട് മരിക്കുകയും ചെയ്തു എന്ന വാർത്തകൾ. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇറാൻ തന്നെ മുസ്തഫയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കൊപ്പം ഇരിക്കുന്ന ദൃശ്യമാണ് പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് മുസ്തഫയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുനഃസംഘടന ഉണ്ടായിരിക്കുന്നത്. മുൻ IRGC കമാൻഡർ മൊഹസൈൻ റസായിയെ ഇറാനിലെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് നിയമിച്ചിട്ടുണ്ട്. മുസ്തഫയുടെ പ്രതിനിധിയായാണ് നിയമനം.
അതോടൊപ്പം മുഹമ്മദ് ബാഹിർ സോൾദറിന് പകരം അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു നിയമനം നടത്തിയിരിക്കുന്നത്. മറ്റ് 6 കമാൻഡർമാർ, അത് സായുധ സേന, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, അതായത് നമ്മുടെ IRGC എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അവിടുത്തെ ഏറ്റവും പ്രബലമായ സേനാ വിഭാഗം, IRGCയുടെ തന്നെ നേവി, ബജീസ് എന്നീ ഉന്നത പദവികളിലേക്കാണ് ഈ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഖമേനി പുറപ്പെടുവിച്ച ഉത്തരവുകൾ പ്രകാരം മേജർ ജനറൽ അലി അബ്ദുല്ലാഹി ഇറാൻ സായുധ സേന ചീഫ് ഓഫ് സ്റ്റാഫായും ബ്രിഗേഡിയർ ജനറൽ ക്യൂമാർ ഹൈദരെ അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടിയായും നിയമിതരായിട്ടുണ്ട്. IRGCക്ക് പുതിയ കമാൻഡിനെ ലഭിക്കുന്നതോടുകൂടി തന്നെ ഈ യുദ്ധതന്ത്രങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദിയെ മേജർ ജനറൽ പദവിയിലേക്ക് ഉയർത്തുകയും സേനയുടെ കമാൻഡന്റ് ചീഫായി നിയമിക്കുകയും ചെയ്തു. മേജർ ജനറൽ മുസ്തഫ ഇസാദിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടി. ഇങ്ങനെ സമ്പൂർണ്ണമായ ഒരു മാറ്റം സൈന്യത്തിൽ കൊണ്ടുവരുമ്പോൾ യുദ്ധതന്ത്രങ്ങളിൽ തന്നെയായിരിക്കും ലക്ഷ്യം വയ്ക്കുക, അല്ലെങ്കിൽ അതിലുള്ള മാറ്റം തന്നെയാണ് ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ അമേരിക്കയും ഇസ്രായേലിനെയും പുതിയ രീതിയിൽ ഒരുപക്ഷെ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ നേരത്തെ തന്നെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാകും. ഓരോ ഉദ്യോഗസ്ഥൻ്റെയും ഓരോ കമാൻഡന്മാരുടെയും രീതിയും ശൈലിയും അവരുടെ യുദ്ധതന്ത്രങ്ങളും ഒക്കെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വഴി അമേരിക്കയും ഇസ്രായേലും കൈവശപ്പെടുത്തിയിട്ടുണ്ടാകണം. പക്ഷേ അതിനെയൊക്കെ തന്നെ മറികടക്കുന്ന തരത്തിലാണ് പുതിയ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. വലിയ പണപ്പെരുപ്പവും ബുദ്ധിമുട്ടും, ജനങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി അവിടെ കഷ്ടപ്പെടുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. പക്ഷേ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഇറാൻ തെല്ലും പിറകോട്ട് പോകുന്നില്ല എന്നതിൻ്റെ തന്നെയാണ് ഈ ഉത്തരവുകൾ വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഉത്തരവ് പ്രകാരം റവല്യൂഷണറി ഗാർഡ്സിൻ്റെ പൈലറ്റായ മേജർ ജനറൽ അലി അബ്ദുല്ലാഹിയെ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫായി നിയമിക്കുമ്പോൾ അത് വലിയൊരു മാറ്റമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ആ ഒരു വിഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം കൈവരികയാണ്. നേരത്തെ അലി ലാജിഹാനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തസ്തിക, അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ തസ്തികയിലേക്കും പുതിയ സെക്യൂരിറ്റി കൗൺസിലിലേക്കാണ് പുതിയ നിയമനം വന്നിരിക്കുന്നത്. അങ്ങനെ പുതിയൊരു നിയമനം മൊഹ്സൻ റസായി ആയി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയം, ഏതാണ്ട് 8 വർഷത്തോളം കമാൻഡ് ചീഫായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഇറാന് കൈവരുത്തുന്ന, അല്ലെങ്കിൽ ഇറാന് നേടിക്കൊടുക്കുന്ന ശേഷി ചെറുതല്ല, അവർക്ക് സൈനികപരമായി ഉണ്ടാകുന്ന മെച്ചം ചെറുതല്ല. അത് തന്നെയാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഖമേനിയുടെ ഉത്തരവിൽ വിശേഷിപ്പിക്കുന്നത് 8 വർഷത്തെ താങ്കളുടെ കമാൻഡറായിട്ടുള്ള സേവനം പുതിയ തസ്തികയിലേക്ക് വരുമ്പോൾ, അത് പ്രത്യേകിച്ച് ഖമേനിയുടെ പ്രതിനിധിയായാണ് അദ്ദേഹം ഈ സംവിധാനത്തിലേക്ക് എത്തുന്നത്, സുപ്രീം കൗൺസിലിലേക്ക് എത്തുന്നത്. സുപ്രീം കൗൺസിലാണ് അവിടുത്തെ യുദ്ധത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു തസ്തികയിലേക്ക് റസായി എത്തുമ്പോൾ അത് വലിയ പ്രശംസയോടുകൂടി തന്നെയാണ് ഈ ഒരു നിയമനം ഖമേനി നടത്തുന്നത് എന്നതുകൂടി നമ്മൾ നോക്കിക്കാണണം. അതേസമയം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മറ്റൊരു നീക്കം കൂടി ഉണ്ടായിരിക്കുന്നു. ഇറാൻ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയാണ്, അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾ, തുറമുഖങ്ങളുടെയും മറ്റുമൊക്കെ. എന്നാൽ അമേരിക്ക ഇപ്പോൾ തിരിച്ച് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നു. 2000-ൽ ലെബനൻ തീരത്ത് ആക്രമിക്കപ്പെട്ട അമേരിക്കൻ കപ്പലിനടക്കമാണ് ഇപ്പോൾ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത്. ഏതാണ്ട് 55,000-ഓളം പേർ ഇറാൻ്റെ ആക്രമണങ്ങളിൽ, അതായത് ഇറാനുള്ളിൽ തന്നെ ഇറാൻ്റെ ആക്രമണങ്ങളിൽ മരിച്ച ആളുകളുണ്ട്, അവിടെ വധിക്കപ്പെട്ട ആളുകളുണ്ട്. ഇവർക്കൊക്കെ വേണ്ടിയുള്ള നഷ്ടപരിഹാരം വേണമെന്ന കാര്യമാണ്, ഇവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അമേരിക്കയിൽ നിന്ന് നഷ്ടപരിഹാരം ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ചർച്ചകൾ, സമാധാന ചർച്ച മുന്നോട്ട് പോകണമെങ്കിൽ നഷ്ടപരിഹാര തുക ലഭിക്കണമെന്നതാണ് ഇറാൻ്റെ ആവശ്യം. എന്നാൽ ആ ആവശ്യം മറികടക്കാൻ, അല്ലെങ്കിൽ ഇറാനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ഇപ്പോൾ അമേരിക്ക ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട്. ശരി, ബി വിനോദാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത്. മെന്റൽ സ്ട്രെസ് അനുഭവിക്കാത്ത മനുഷ്യരില്ല ഇന്നത്തെ കാലത്ത്, അല്ലേ? കമ്പ്യൂട്ടറുകൾക്ക് മുൻപിൽ മണിക്കൂറുകളോളം ഉള്ള ഉരുപ്പും ടെൻഷൻ പിടിച്ച ജോലിയുമൊക്കെ നമ്മുടെ ബോഡിയേക്കാളും ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെയാണ് അഫക്റ്റ് ചെയ്യാറ്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. കാരണം എൻ്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാർ ഇത് ഡെയിലി അനുഭവിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. മാതാപിതാക്കള് അവരുടെ മക്കള് ഇത് ഡെയിലി അനുഭവിക്കുന്നതും കാണാറുണ്ട്. പലപ്പോഴും ചെയ്യുന്ന ജോലിക്ക് സൊസൈറ്റി കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റിലും കിട്ടുന്ന വരുമാനത്തിലും ഒക്കെ ഇപ്പോൾ നമ്മളിൽ പലരും സമാധാനത്തിനും നമ്മുടെ സന്തോഷത്തിനും ഒക്കെ വില കൊടുക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ലിവ് ഇൻ ദി മൊമെന്റ്. നാളെ എന്താവും നമുക്ക് അറിയില്ലല്ലോ. ഉള്ള സമയം പൈസയ്ക്കും അംഗീകാരത്തിനും ഒക്കെ വേണ്ടി സ്ട്രെസ് അടിച്ച് തീർക്കേണ്ട കാര്യം സത്യത്തിലുണ്ടോ എന്ന് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും എന്നെനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ച് വന്നപ്പോൾ ആണ് ഞാൻ ഈ പറഞ്ഞതിന് ഒരു അടുത്ത കാലത്ത് തന്നെ കണ്ട ഏറ്റവും വലിയൊരു ഉദാഹരണം എൻ്റെ മുൻപിൽ വന്നത്. ഒരു പെൺകുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചു. ബംഗളൂരുവിലെ 9 വർഷത്തോളം ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്തു. നല്ല ശമ്പളവും സ്ഥിരതയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും
തുടർച്ചയായ ജോലി സമ്മർദ്ദവും ജീവിതവും ജോലിയും ഒന്നും തമ്മിലുള്ളൊരു ബാലൻസ് നഷ്ടപ്പെടുന്നത് കാരണം അവര് ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പിന്നീട് പലരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു തീരുമാനമെടുത്തു. ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി. ഇന്ന് അവൾ പ്രതിമാസം ഏകദേശം 60,000 രൂപ വരെ സമ്പാദിക്കുന്നതായും ഏറ്റവും പ്രധാനമായി താൻ കൂടുതൽ സന്തോഷവതിയാണെന്നും അവൾ പറയുന്നു. ആവശ്യമുള്ളപ്പോൾ വിശ്രമിക്കാനും സ്വന്തം സമയം നിയന്ത്രിക്കാനും ഈ ജോലി സഹായിക്കുന്നുവെന്നാണ് അവരുടെ ഒരു അനുഭവം. കരിയർ എന്നത് ഒരേ വഴിയിലൂടെ മാത്രം പോകണമെന്നില്ല. സന്തോഷവും സമാധാനവും നൽകുന്ന വഴിയാണ് പലർക്കും യഥാർത്ഥ വിജയം. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോൾ ജീവിക്കാൻ മറക്കരുത്. എത്ര കാലം ഹെൽത്തിയായി ഇരിക്കാൻ പറ്റുമെന്നോ നാളെ എന്താവുമെന്നോ നമുക്കറിയില്ലല്ലോ. ഇനിയും ഒരുപാട് വാർത്തകളും വിശദാംശങ്ങളും വിശേഷങ്ങളും ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. A Chance Gold presents ന്യൂസി മോർണിംഗിലേക്ക് വീണ്ടും സ്വാഗതം. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ മദ്യലഹരിയിൽ IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കോടതി സാക്ഷികളുടെ നിർണായക മൊഴി രേഖപ്പെടുത്തി. 10ഉം 11ഉം സാക്ഷികളായി വിസ്തരിച്ച കേശവദാസപുരം പാറോട്ടുകോണം പിയാൻടി ഹൗസിംഗ് കോളനിയിൽ ഡോക്ടർ അനീഷ് രാജും കുടപ്പനക്കുന്ന് സ്വദേശി IAS ട്രെയിനി അതുലുമാണ് മൊഴി നൽകിയത്. സംഭവത്തിനു ശേഷം ശ്രീറാം ധരിച്ചിരുന്ന രക്തം പുരണ്ട വസ്ത്രങ്ങൾ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയതായി അനീഷ് രാജ് തിരുവനന്തപുരം 4ാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ മൊഴി നൽകി. പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച ശേഷമാണ് ശ്രീറാമിനെ ജനറൽ ആശുപത്രിയിൽ നിന്നും കിംസ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് 10ാം സാക്ഷിയായ ഡോക്ടർ അനീഷ് രാജ് പറഞ്ഞു. കവടിയാറിലെ ക്വാർട്ടേഴ്സിൽ വെച്ചിരുന്ന രക്തം പുരണ്ട ഷർട്ടും നീല ജീൻസും 2019 ഓഗസ്റ്റ് 4-ന് എടുത്ത് പോലീസിനെ ഏൽപ്പിച്ചത് താനാണെന്ന് അതുൽ മൊഴി നൽകി. എന്നാൽ അന്ന് പോലീസിന് നൽകിയ അതേ വസ്ത്രങ്ങൾ തന്നെയാണോ ഇപ്പോൾ കോടതിയിൽ കാണിച്ചതെന്ന് പ്രതിഭാഗത്തിന്റെ ചോദ്യത്തിന് വ്യക്തമായി ഓർമ്മയില്ല എന്നാണ് ഇരു സാക്ഷികളും മറുപടി നൽകിയത്. വഴിയിൽ നിർത്തിയിട്ടിരുന്ന കാറിനെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് ഇടിച്ചു തെറിപ്പിക്കുന്ന CCTV ദൃശ്യം പുറത്ത്. മാർത്താണ്ഡം കരിങ്കല്ലിന് സമീപം തലൈമാൻ കോട്ടയിലാണ് സംഭവം. തെങ്ങൈ പട്ടണത്തിൽ നിന്ന് കരിങ്കല്ലിലേക്ക് പോകുകയായിരുന്ന ബസിന്റെ നിയന്ത്രണം വിട്ട് കാറിൽ ഇടിക്കുകയായിരുന്നു. കാറിന്റെ മുൻഭാഗം മുഴുവൻ തകർന്നു. വാഹനത്തിലുണ്ടായിരുന്ന 4 പേർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. നെഹ്റു ട്രോഫി സ്വന്തമാക്കാൻ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത്തവണ കളത്തിലിറങ്ങുകയാണ് നാട്ടകം ബോട്ട് ക്ലബ്. നിരവധി തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ ട്രോഫി നഷ്ടമായെങ്കിലും ഇത്തവണ കപ്പ് നേടാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് ചെറുതന ചുണ്ടനിൽ മത്സരിക്കുന്ന ക്ലബ്ബ്. ഇന്ത്യൻ കോച്ച് ബാബു ജോൺ, ലീഡിംഗ് ക്യാപ്റ്റൻ റോച്ച സി മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം പുരോഗമിക്കുന്നത്. എന്തായാലും നെഹ്റു ട്രോഫിയുടെ ആവേശം അങ്ങ് ആലപ്പുഴയിൽ മാത്രമല്ല, ഇങ്ങ് കോട്ടയത്തുമുണ്ട്. കോട്ടയത്തും വിവിധ ക്ലബ്ബുകൾ ഇത്തവണ കപ്പടിക്കാൻ വേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പുകളിലാണ്. ഞാനിപ്പോൾ ഉള്ളത് നാട്ടകം ബോട്ട് ക്ലബിന്റെ ടീമിനൊപ്പമാണ്. അതിന്റെ സെക്രട്ടറി, ലീഡിംഗ് ക്യാപ്റ്റനൊപ്പം തന്നെ കോച്ചൊക്കെ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. സെക്രട്ടറിയാണ് ആദ്യം ചേരുന്നത്. ചേട്ടാ, വലിയ പ്രതീക്ഷയിലായിരിക്കും നിങ്ങൾ അല്ലേ? വലിയ പ്രതീക്ഷയിലാണ്. 10 വർഷങ്ങൾക്ക് ശേഷം ക്ലബ്ബ് ഒരു പുതിയ രൂപീകരണമായിട്ട് യുവതലമുറയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ വളരെ ശക്തമായ പരിശീലനത്തിലാണ്. ഇപ്രാവശ്യം കപ്പടിക്കുമെന്നുള്ള 100% വിശ്വാസത്തിലാണ്. ഇഞ്ചോടിഞ്ച് അവസാന നിമിഷമൊക്കെ കപ്പ് പോയ ചരിത്രമാണ് അല്ലേ? ഇത്തവണ അത് അവസാനം എന്താ ഫൈനലിൽ ഒരു കാലിടറുന്നു എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് പരിഹരിക്കുക? അത് നമ്മൾ പുതിയ ഇപ്പം നമ്മുടെ ഇന്ത്യൻ ആർമി, അതായത് ഏഷ്യൻ ഗെയിംസിലെ കോച്ച് ബാബു ജോൺ സാറ്, പിന്നെ പുതിയ ലീഡിംഗ് ക്യാപ്റ്റൻ റോച്ച സി മാത്യു, ബാക്കി അതിൻ്റെ പരിശീലകരുണ്ട്. അവരെല്ലാം കൂടി നമ്മുടെ ഇത് ഫിനിഷിംഗ് ടച്ച് നമ്മൾ ക്ലിയറാക്കി ഇപ്രാവശ്യം നമ്മൾ ഫൈനലിൽ കപ്പടിക്കും. കോച്ച് ചേരുകയാണ്, കപ്പടിക്കും എന്നാണ് സെക്രട്ടറി പറയുന്നത്. എന്താണ് ഒരു ആത്മവിശ്വാസം? കപ്പെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നാട്ടകവും ചെറുതനയ്ക്കും ഒരു
നാട്ടകം സ്പോർട്സ് ക്ലബ് 10 വർഷത്തെ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കാണ് അവരൊരു ടീമിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ലൊരു ടീം ലൈനപ്പ് ഉണ്ട്. ക്ലബിൻ്റെ സ്ഥാനത്ത് നല്ല സപ്പോർട്ടാണ്. കരയുടെ വള്ളസമിതിയുടെ സ്ഥാനത്ത് നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് തവണ നല്ലൊരു പരിശീലനത്തിലുണ്ട്. ഞങ്ങൾ നല്ലൊരു റിസൾട്ട് നാട്ടകം ക്ലബിനും ചെറുതന കരയ്ക്കും കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വലിയ പ്രാക്ടീസാണ് അല്ലേ? കുറേ ദിവസമായിട്ട് ക്യാമ്പ് ചെയ്ത് തന്നെയുള്ള വലിയ പ്രാക്ടീസ്. അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിപാടികൾ? രാവിലെ മോർണിംഗ് സെക്ഷൻ വാമപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞൊരു 10 ദിവസം ലോങ് പ്രാക്ടീസ് ആയിരുന്നു. 12 കിലോമീറ്റർ, 15 കിലോമീറ്റർ, 20 മിനിറ്റ്, 25 മിനിറ്റ്, 30 മിനിറ്റ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പോൾ ഷോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ക്ലബ്ബുകളൊക്കെ ഞങ്ങൾ വലിയൊരു ലൈൻ ക്യാമ്പല്ല ഇട്ടിരുന്നത്. ചെറിയ ക്യാമ്പിൽ നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്ത് നെഹ്റു ട്രോഫിക്ക് ശക്തമായ ഒരു ടീമിനെ ഉണ്ടാക്കി മറ്റുള്ള ക്ലബ്ബുകളെക്കാളും ശക്തമായി കളിച്ചൊരു കപ്പ് കരയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലീഡിംഗ് ക്യാപ്റ്റൻ കൂടിയുണ്ട്. കപ്പ് അടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്ലാൻ അല്ലേ? തീർച്ചയായും ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നാട്ടകത്തേക്ക് ആ വെള്ളിക്കപ്പ് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്യമത്തിലാണ് ഞങ്ങളിപ്പോൾ, അതിനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ നടക്കുന്നത്. അഴകിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ചെറുതനയുടെ ഒരു തിരിച്ചുവരവ് കൂടിയാണ് ഈ ജലോത്സവത്തിൽ ഇത്തവണ ഈ നെഹ്റു ട്രോഫിയിൽ കാണുവാൻ കഴിയുക. അതിനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ ഏതാണ്ട് 10 ദിവസത്തോളമായി ഞങ്ങൾ രാവിലെയും വൈകിട്ടുമായി തുടരുന്ന പരിശീലനം ഇനി ഒരു 10 ദിവസം കൂടെ നീളും. ആ പരിശീലനം പൂർത്തിയാക്കി ഓഗസ്റ്റ് 22-ാം തീയതി ആ വെള്ളിക്കപ്പിൽ നാട്ടകം ബോട്ട് ക്ലബിൻ്റെ ചെറുതന മുത്തമിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നാട്ടുകാരുടെയൊക്കെ വലിയ പിന്തുണയുണ്ടോ? ഒരുപാട് ആളുകൾ? തീർച്ചയായും ഞങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഈ നാട് ഞങ്ങളെ ഈ നാടിൻ്റെ കണ്ണിലുണ്ണികളെ പോലെ ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു തന്നുകൊണ്ട് നമ്മുടെ പരിശീലന സമയത്താണെങ്കിലും അല്ലാത്ത ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്താണെങ്കിലും എല്ലാ കാര്യത്തിലും ഈ നാട് ഒന്നടങ്കം ഞങ്ങളോടൊപ്പം ചേർന്ന് ഈ വെള്ളപ്പൊക്കവും അതുപോലുള്ള ഈ പ്രളയത്തിൻ്റെയൊക്കെ വലിയ കെടുതികൾക്കിടയിലും നാട് ഒന്നടങ്കം ചേർന്ന് ഞങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ഈ നാടിൻ്റെ ആവേശം കൂടെ ഞങ്ങളുടെ പരിശീലനത്തിന് കൂടുതൽ ഊർജ്ജം പകരുകയാണ്. എന്താണ് അവസ്ഥ? കപ്പടിക്കോ ഇത്തവണ? എന്തായാലും അതാണ് സാഹചര്യം. ഇത്തവണ കപ്പടിക്കും. ചെറുതനയിലൂടെ നാട്ടകം ബോട്ട് ക്ലബ്ബ് കപ്പടിക്കും എന്ന് ഉറപ്പിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. യെസ്, കപ്പടിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടകം ബോട്ട് ക്ലബ്ബ്. സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാര ജേതാവ് പത്മശ്രീ ചെറുവയൽ രാമനെ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് കമ്മനയിലെ വസതിയിൽ സന്ദർശിച്ചു. ചിങ്ങം 1-ന് എറണാകുളത്ത് നടക്കുന്ന കർഷക ദിനാചരണ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. ഒരുപാട് വാർത്തകളും വിശദാംശങ്ങളും കഥകളും ഒക്കെയായി നാളെയും രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ നിങ്ങളോടൊപ്പം വീണ്ടും ഞാൻ ചേരുന്നതായിരിക്കും. അടുത്തതായി പോലീസ് പെട്രോളുമായി നമ്മൾ തിരികെ എത്താം. അച്ചാൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗ് ഇന്നിവിടെ അവസാനിക്കുന്നു. ദിസ് ഇസ് സെറാമിയ ഐസൻ സൈനിങ് ഓഫ്.